സുധിച്ചേട്ടൻ്റെ കൂടെ കിടന്നുണ്ടാക്കിയെന്നാ പറഞ്ഞു. അപ്പൊ നമ്മളൊന്നും നിന്നൊന്നും അല്ലല്ലോ ഉണ്ടാക്കുന്നത്, നമ്മളും കിടന്നൊക്കെ തന്നെ ഉണ്ടാക്കുന്ന പിള്ളേരല്ലേ, അല്ലാതെ മാറ്റമൊന്നും ഇല്ലല്ലോ. അതൊക്കെ ശുദ്ധ തെമ്മാടിത്തരം തന്നെ പറയാൻ പറ്റത്തുള്ളൂ. ഹലോ ഹായ്, അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം നമ്മൾ യൂട്യൂബ് തുറന്നാലും ഇൻസ്റ്റ തുറന്നാലും ഫേസ്ബുക്ക് തുറന്നാലും എന്ത് തുറന്നാലും ആകെ കേൾക്കുന്ന ഒരേ ഒരു പേര് എന്താണെന്നറിയോ? രേണുസുതി. രേണുസുതി എന്നൊക്കെ ആദ്യം കേൾക്കുമ്പോൾ എല്ലാവർക്കും ഭയങ്കര സഹതാപം, ഭയങ്കര ഇഷ്ടമുണ്ടായിരുന്നു. ഇപ്പം അതൊന്നും ആർക്കില്ല. നമ്മൾ സെക്സ് ചാറ്റ് ഉണ്ടെങ്കിൽ ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ കിടന്ന് എനിക്കുണ്ടായ ഒരു മകനുണ്ട്, മകനുണ്ടെന്ന് പറഞ്ഞു. ഭയങ്കര തെണ്ടിത്തരമാണ് അതൊക്കെ പറയുന്നത്. സുധിച്ചേട്ടനെ അത്രയ്ക്ക് ചേർത്ത് പിടിക്കുന്ന ഒരു വ്യക്തി ആണ് രേണു. ആ ഒരു സുധിച്ചേട്ടന്റെ മോനാണ് ഋതപ്പൻ. വീഡിയോ ഞാൻ കണ്ടായിരുന്നു രേണുവിന്റെ. ആ വീഡിയോക്കകത്ത് ഇങ്ങനെ എന്റെ കൊച്ചിനെ നിങ്ങൾ ഏറ്റെടുത്ത് നോക്കിക്കോളാൻ പറയും. ഞാൻ ഏറ്റെടുക്കാൻ റെഡിയാണ്, പൊന്നുപോലെ സ്വീകരിച്ചോളാം. ഞാൻ ദൈവം സഹായിച്ച് ഒരു കൊച്ചിനെ കൂടെ കിട്ടിക്കഴിഞ്ഞാൽ പൊന്നുപോലെ നോക്കാനുള്ളൊരു ഭർത്താവ് മരിച്ചു, ഇനി 2 മക്കളെയും നോക്കണ്ടേ, അങ്ങനെയൊക്കെ ഒരു ഇതുണ്ടായിരുന്നു. ഇപ്പൊ തോന്നുന്നു അവര് കുറച്ചിത്തിരി കാശ് വന്നപ്പോ ഇത്തിരി അഹങ്കാരം കൂടിയ എന്നാണെന്നൊരു സംശയം. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ എല്ലാവർക്കും അവരെ ഇഷ്ടപ്പെടാത്ത ഒരു അവസ്ഥയിൽ എത്തി. അവര് ആദ്യമേ ആ ഒരു രീതിയിൽ പോയിട്ടുണ്ടെങ്കിൽ എല്ലാവരും അവരെ ഭയങ്കര ഇഷ്ടപ്പെടുമായിരുന്നു. കാരണം നമ്മുടെ സുധിച്ചേട്ടൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയപ്പെട്ട ഒരാളാണ്. ആ ആളിലൂടെയാണ് നമ്മുടെ ഈ രേണുസുതി വന്നത് തന്നെ. രേണുസുതിയാണ് കേട്ടോ നമ്മുടെ ചാനലിൽ ചെറിയ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കുക. അടുത്ത നല്ലൊരു വീഡിയോ ആയി വരുന്നതായിരിക്കും. ബൈ ബൈ.